ഇന്നലത്തെ ഭീകര ദിവസത്തിന് ശേഷം അതെ രാത്രി കഴിപ്പം ഈ സ്ട്രീറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞു ടൗൺ ആണെന്ന് പറഞ്ഞറിയിക്കണം. കാരണം അത്രയും എന്താ പറയുക ഭയങ്കര പാർട്ടി വൈബ് ഉള്ള ഒരു ടൗൺ ആയിരുന്നു. നമ്മൾ സ്റ്റേ ചെയ്തിരുന്നത് മ്യൂണിക്കിലേക്കാണ് പോകുന്നത്. മ്യൂണിക്കിൽ നിന്ന് ഇവിടെ എത്ര മണിക്കൂർ ട്രാവൽ ആക്കും പോലെ? നമ്മളൊരു 1 മണിക്കൂറിൽ ജർമ്മൻ ബോർഡർ കഴിയും. അത് കഴിയുമ്പോൾ പിന്നെ പയ്യൊക്കെ എത്തും. എപ്പോഴാണ് എത്തുന്നതെന്ന് ഐഡിയ ഇല്ല. നമ്മൾ അങ്ങനെ ഇന്ന ട്രെയിനിലൊന്നുമല്ല, എല്ലാ ലോക്കൽ ട്രെയിനിലാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് സമയം എടുക്കും അവിടെ. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ഇൻസ്ബ്രുക്കിന് വിട പറയാണ്. ഇനി മ്യൂണിക്. ടിക്കറ്റ് ട്രെയിന് എത്ര മണിക്കുള്ളത്? 10:50 10:50 ആവുന്നതേ ഉള്ളൂ ഇവിടെ. അപ്പോൾ നമ്മൾ കോഫി കുടിച്ചിട്ടിരിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ QBB എന്ന് പറഞ്ഞ ആപ്പിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത്. മിക്ക ടിക്കറ്റും ഈ ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ എപ്പോഴും നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെ കൗണ്ടറിൽ നിന്നോ അല്ലെങ്കിൽ അവിടുത്തെ മെഷീനിൽ നിന്നോ എടുക്കുന്നതിനെക്കാട്ടി നല്ലത് ഓൺലൈനിൽ എടുക്കുന്നതാണ്. കാരണം എന്തായാലും കുറച്ച് പൈസ കുറവ്. പ്ലാറ്റ്ഫോമിലെത്തി. പക്ഷേ ഒരു വലിയൊരു മണ്ടത്തരം നമ്മൾ ചെയ്തു. കാരണം വലിയ നമുക്കൊരു €7 ഒരു നഷ്ടം വന്നു. കാരണം റീജിയണൽ എക്സ്പ്രസ്സിൽ നമ്മൾ നോർമൽ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. രണ്ടുപേർക്കും ഒരു ഐൻഫാക് ഹൗസ് ടിക്കറ്റ് എന്ന് പറഞ്ഞ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നോർമൽ ടിക്കറ്റ് എടുത്തപ്പോൾ ഏകദേശം €43 ഓൺലൈൻ ആയത്. പക്ഷേ റീജിയണൽ എക്സ്പ്രസ്സിൽ പോകാനായിട്ട് നമുക്ക് ഐൻഫാക് ഹൗസ് ടിക്കറ്റ് എന്ന് പറഞ്ഞ ടിക്കറ്റ് ഉണ്ട്. അത് രണ്ടുപേർക്കും €37 ആകത്തുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു €7 നഷ്ടം വന്നിരിക്കുകയാണ്. എങ്കിലും അതെ ബോർഡറിലെത്തിയിട്ട് വേണം. അതെ ബൈ. നമ്മളങ്ങനെ ഏത് സ്റ്റേഷനിലാക്കുമ്പോൾ എത്തിയത്? നമ്മൾ കുപ്സ്റ്റേ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇത് പറയാനുണ്ടോ? നോ. ഓക്കെ, ഫുൾ ഇഗ്നോറൻസ്. അങ്ങനെ നമുക്ക് മ്യൂണിക്കിലെത്തി. മ്യൂണിക്കിൽ ശരിക്കും നമ്മൾ ഇറങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം നമുക്ക് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിലേക്കല്ല നമ്മുടെ സ്റ്റോപ്പിലേക്ക്. പക്ഷേ നമുക്കൊരു ഇന്ത്യൻ ഫുഡ് കഴിക്കാനൊരു കേരള ഫുഡ് കഴിക്കാനൊരു ആഗ്രഹം. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങിയിട്ട് ഇവിടെ കുറച്ച് കറങ്ങിയിട്ട് പോകാമെന്ന് കരുതി. പിന്നെ പോയിട്ട് നമുക്ക് BMW മ്യൂസിയത്തിലും കൂടെ ഒന്ന് കാണണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകുന്നതായിരിക്കും. ഇത് വേറെന്തോ ഇവിടെ കാര്യമായിട്ട് എന്തോ നടക്കുന്നുണ്ട്. ഒരു പിടുത്തവും ഇല്ല. അവിടെ ഫംഗ്ഷൻ എന്തോ നടക്കുന്നുണ്ട്. എന്താ കാര്യം എന്ന് ഒരു പിടുത്തവും ഇല്ല. അതെ, എന്തായാലും ന്യൂംബർഗിനൊക്കെ ചോദിച്ചു നോക്ക്. അക്വൽ അങ്ങനെ ചോദിച്ച് ഇവിടെ സ്പ്രിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ആഘോഷമാണ്. നമുക്ക് എന്തായാലും ഇതിലും പേരത്തെ സോഡ വാങ്ങുന്നതിന് സോഡയൊക്കെ ഇവിടെ എന്ന് വെച്ചാൽ കുടിക്കാൻ ബുദ്ധിമുട്ടുള്ള സാധനത്തിനൊക്കെ പൈസ ഇവിടെ കുറച്ച് വരും. ബിയറിന് ഒക്കെ വഴി പിന്നെ മാറി. ഓക്കെ, ഇനി നമ്മൾ ഇന്ത്യ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ട് കാണുന്നതായിരിക്കും. കേരള റെസ്റ്റോറൻറ്റ്. ചെറിയൊരു പ്രശ്നം നമ്മൾ കാണുന്നത് കേരള റെസ്റ്റോറൻറ്റ് പോകുന്നതിന് ചെറിയൊരു ഡൗട്ടുണ്ട്. കാരണം ഗൂഗിൾ മാപ്പ് നമ്മൾ കറക്കിക്കൊണ്ടേ നിൽക്കുകയാണ് 500 സ്ഥലത്തേക്ക്. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. കാണിച്ചു തരാം. കേരള റെസ്റ്റോറൻറ്റൊക്കെ ഇവിടെ ബോർഡൊക്കെ ഉണ്ട്. നമുക്കെന്തായാലും കയറി നോക്കാം.
കടേൻ്റെ പ്രത്യേകത. വട comes. Yeah, I said idli vada plus dosa. No, it's okay. So, ദോശ കൊള്ളാം, സാമ്പാറും കൊള്ളാം. കഴിച്ചു. ഇഡ്ഡലി മാത്രമായിട്ട് കഴിച്ചു. ദോശ കൊള്ളാം. തെറിഞ്ഞ ഒട്ടും ആരെങ്കിലും തല അങ്ങനെ ഇരിക്കുന്നു. വേണ്ടായിരുന്നില്ലേ? ഇയാൾക്കറിയോ നമ്മുടെ കോമഡി എന്താണെന്ന് വെച്ചാൽ ഇതാദ്യം വന്നിട്ടില്ലേ നമ്മൾ പറഞ്ഞിട്ട്, ഇത് നമ്മൾ ചോദിച്ചു വാങ്ങിയതാണ്, ഒരാവശ്യമില്ലായിരുന്നു. മ്യൂണിക്കിലുള്ള ഇതാണ് കേരള റെസ്റ്റോറൻറ്റ്. അത്യാവശ്യം ഒരുപാട് മെനുവും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു റെസ്റ്റോറൻറ്റ്. അതും മ്യൂണിക്കിൻ്റെ സെൻട്രൽ പാർട്ടിൽ വരുന്ന നല്ല റെസ്റ്റോറൻറ്റ്. പക്ഷെ ഫുഡ് എങ്ങനെ ഇത്രയും വൃത്തികേടായിട്ട് ഇവർ കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബില്ല് ഞാൻ കാണിച്ചു തരാം. 31 യൂറോ ആയി. 31 യൂറോ പോയിട്ട് 3 യൂറോക്ക് പോലും ഉള്ളൊരു ക്വാളിറ്റി അവർ കാണിക്കാത്തതിൽ നല്ല സങ്കടമുണ്ട്. നല്ല സങ്കടം വെച്ചാൽ വയറ് നിറച്ചതായിരുന്നു പൈസ കൊടുത്തതിൻ്റെ പേരിൽ. അത്യാവശ്യം നല്ല സങ്കടമുണ്ട്. നിങ്ങൾ ആലോചിക്കണം, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഡയറക്റ്റ് ഇവിടുന്ന് ഡയറക്റ്റ് ഇത് താഴത്തേക്ക് റെയിൽവേ സ്റ്റേഷൻ ഡയറക്റ്റാണ് ഈ കേരള റെസ്റ്റോറൻറ്റ് വരുന്നത്. 31 കാറ്റ് പറത്തിയതുപോലെയായിരുന്നു. ഇന്ന് ഓൾറെഡി നമുക്ക് ഒരു 40 യൂറോ വേറെ നഷ്ടമല്ല, ബട്ട് എന്നാലും പോയിട്ടുണ്ട്. കയറിയപ്പോഴാണ് അറിയുന്നത് ശരവണഭവൻ തൊട്ടടുത്തുണ്ടായിരുന്നു. ബീഫ് റോസ്റ്റ് ഒക്കെ കഴിക്കണമെന്ന് വിചാരിച്ചാൽ വന്നു, പക്ഷേ ഇത് കഴിച്ചപ്പോൾ തന്നെ മനസ്സും അടുത്തുപോയി. അതെ, ഇനിയിപ്പോൾ നീട്ടിയൊരു റിവ്യൂ ഇടട്ടെ, ഒരു 2 സ്റ്റാർ. ഇനി അഥവാ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ ആണെങ്കിൽ മ്യൂണിക്കിൽ ഈ റെസ്റ്റോറൻറ്റിൽ വരാതിരിക്കുക. ഒരു മ്യൂസിയം ഉണ്ട്, അവിടെ പോകണം. അതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ. ഇനിയും അടുത്ത സ്ഥലത്തെത്തുമ്പം കാണിച്ചു തരാം. എവിടേക്കായിരുന്നു പോകുന്നത്? മ്യൂസിയത്തിലേക്ക്. നമ്മൾ ബിഎംബിൻ്റെ മ്യൂസിയത്തിലേക്ക് പോവാണ്. ഇനി ഇവിടുന്ന് 2 ട്രെയിൻ എന്തോ പിടിക്കണം. എന്തായാലും നോക്കാം, അത് അത്യാവശ്യം കാണാനുണ്ട്. ഇതാണ് ബിഎംബിൻ്റെ മ്യൂസിയം. പുറത്തന്നെ ഈ സ്ഥലം വേറെ ലെവലാണ്. പുറത്തെ ചില്ല് ചെയ്യാനൊക്കെ അടിപൊളി സ്ഥലം. ഫൈനലി നമ്മൾ ബിഎംബിൻ്റെ മ്യൂസിയത്തിൽ എത്തിയിരിക്കുകയാണ്. അതേപോലെ അതെ, ഫ്രീ ആണെന്നാണ് തോന്നുന്നത്. ആണെന്ന് തോന്നുന്നു. ഉള്ളിൽ കയറി നോക്കാം. എന്തായാലും ഉള്ളിൽ കയറി കഴിയുമ്പോൾ 20 യൂറോ എന്ന് പറയുമെന്ന്. അപ്പം നോക്കാം. ഇവരിവിടെ BMW മെർച്ചുകളും വിൽക്കുന്നുണ്ട്. ടീഷർട്ടും പാൻറ്. ടർക്കി, ജസ്റ്റ് ടർക്കിക്ക് 79 യൂറോ. BMW
ടീഷർട്ടിന് 65. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് എല്ലാത്തിനും. മറ്റേ കൊച്ചുള്ളവരെ പോട്ടിയിലിരുത്തു. അങ്ങനെ നമ്മുടെ ട്രിപ്പ് തൽക്കാലം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ നേരെ തിരിച്ചു പോവാണ്. അതെ, ഇനി ഏതെങ്കിലും ട്രിപ്പിലോ അല്ലെങ്കിൽ പുതിയ പുതിയ വീഡിയോകളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.